നദീതടങ്ങള് സംസ്കാരത്തിന്റെ ഉറവിടങ്ങളാണ്. കാളിന്തി നദിയും അതുപോലെയാണ്. അതിന്റെ തീരത്തില് മനോഹരമായ ഉദ്യാനങ്ങളും പുൽമൈതാനങ്ങളും ഗ്രാമങ്ങളും കാടുകളുമുണ്ട്. എന്നാൽ ഈ നദിയുടെ ഒഴുക്കില് ഒരിടത്ത് ആഴമേറിയ ഒരു കയമുണ്ട്. അവിടെ അത്യുഗ്ര വിഷമുള്ള കാളിയന് എന്ന ഘോരസർപ്പം താമസിച്ചിരുന്നു. അവന് 1000 ഫണങ്ങളുണ്ട്. ഭാര്യമാരും മക്കളും ബന്ധുക്കളുമെല്ലാം ആ കയത്തില് തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടത്തെ ജലം വിഷമയമായിരുന്നതിനാൽ ആ പ്രദേശമെല്ലാം മരുഭൂമിയായിരുന്നു. സസ്യലതാദികളെല്ലാം കരിഞ്ഞു പോയിരുന്നു. പക്ഷികള് പോലും അതിനു മുകളിൽ കൂടി പറന്നാല് മരിച്ചു വീഴും. ജലജീവികളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒരു കദംബമരം മാത്രമാണ് ആ നദീതീരത്ത് പൂത്തുതളിർത്ത് നിൽപ്പുണ്ടായിരുന്നത്. വിനതയുടെ മകനായ ഗരുഡന് അമ്മയുടെ ദാസ്യം അവസാനിപ്പിക്കാനായി ദേവലോകത്തേക്ക് അമൃതിനുപോയി. അമൃതം കൊണ്ട് മടങ്ങിവരുന്ന വഴി ക്ഷീണിച്ച പക്ഷിരാജന് വിശ്രമിക്കാനായി ആ കദംബമരത്തിലിരുന്നു. അമൃതകലശം തുളുമ്പി കുറച്ചു ആ വൃക്ഷത്തില് വീണു. അതുകൊണ്ടാണ് ആ മരത്തിന് അമരത്വം കിട്ടിയത്. ഒരിക്കല് ശ്രീകൃഷ്ണനും കൂട്ടുകാരും ഗോക്കളെ മേച്ചുകൊണ്ട് ആ നദീതീരത്തെത്തി. കണ്ണന് അല്പം അകലെയായി കാനനഭംഗി ആസ്വദിക്കുകയായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് കൂട്ടുകാരും ഗോക്കളും കാളിന്തി നദിയിലെ വെള്ളം കുടിച്ചപ്പോൾ അവര് ഒന്നടങ്കം മരിച്ചുപോയി. അല്പം കഴിഞ്ഞ് ശ്രീകൃഷ്ണന് അവിടെയെത്തിയപ്പോൾ ആ രംഗം കണ്ട് പരവശനായി. ഉൾക്കൺകൊണ്ട് കാര്യം മനസ്സിലാക്കിയ ഭഗവാന് കൂട്ടുകാരെയും പശുക്കളെയും ജീവിപ്പിച്ചു. ഉറങ്ങി എണീറ്റതുപോലെ കൂട്ടുകാരും പശുക്കളും വന്നു കണ്ണൻ ചുറ്റും കൂടി നിന്നു. തെല്ലുനേരം കഴിഞ്ഞ് കണ്ണന് ആ കദംബമരത്തിൽ കയറി ഒരു വീക്ഷണം നടത്തിയിട്ട് നദിയിലോട്ട് ചാടി നീന്തയിത്തുടങ്ങി. ജലത്തിലെ ഓളങ്ങള് കണ്ട് പരിഭ്രമിച്ച കാളിയന് കണ്ണന്റെ 2 പാദങ്ങളിലും ആഞ്ഞുകൊത്തി. ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയ കാളിയന് ഫണങ്ങള് കൊണ്ട് കണ്ണനെ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അതുകൊണ്ടും ഒന്നും സംഭവിക്കാത്തതിനാല് കാളിയന് ഭഗവാനെ ചുറ്റിവരിഞ്ഞുമുറുക്കി. ഇതുകണ്ട് കൂട്ടുകാരും ഗോക്കളും കണ്ണീരൊഴുക്കി. പക്ഷേ ഭഗവാന് ആ കിടപ്പ് നല്ല രസമായിട്ടാണ് തോന്നിയത്. ഈ സമയത്ത് ഗോകുലത്തില് ചില ദുർനിമിത്തങ്ങള് കാണുവാനിടയായി. നന്ദഗോപർക്ക് ഇടതുകണ്ണും തോളും തുടയും ഒപ്പം വിറച്ചു. യശോദക്കാണെങ്കില് വലതുകണ്ണും തോളുമാണ് വിറച്ചത്. അവര് നന്നേ വ്യസനിച്ചുപോയി. കണ്ണനും കൂട്ടുകാർക്കും പശുക്കൾക്കും എന്ത് സംഭവിച്ചു എന്നറിയാതെ പലതും ചിന്തിച്ചിരിക്കുമ്പോള് യശോദക്ക് തോന്നി ഒരു പക്ഷേ കാളിന്തി നദിയിലെങ്ങാനും ഇറങ്ങിയിട്ട് കാളിയന് ചുറ്റിക്കിടക്കുവാണോ എന്ന്. ഉടനെ തന്നെ ഒരശരീരി വാക്കുണ്ടായി, അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ യശോദയും തോഴിമാരും നന്ദഗോപരും ബലരാമനും മറ്റു ഗോപന്മാരെല്ലാവരും അവിടേക്ക് പുറപ്പെട്ടു. ആകാശത്തില് ഒരു പ്രഭാവലയം പ്രത്യക്ഷമായി. ചെറിയ തോതില് ഭൂമികുലുക്കവുമുണ്ടായി. അതോടെ അവരുടെയെല്ലാം പരിഭ്രമം ഏറെയായി. എല്ലാം അറിയുന്ന ബലരാമന് അവരെ സാന്ത്വനപ്പെടുത്തുകയും കണ്ണന്റെ അവതാരോദ്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കണ്ണന്റെ ശരീരം പെട്ടെന്ന് വളർന്നു വലുതായി. കാളിയന്റെ ഉടല് പൊട്ടുമെന്ന മട്ടായി. അവന് വിവശനായി ചുറ്റുകളഴിച്ചു. വിഷം ഛർദിക്കാന് തുടങ്ങി. ശ്രീകൃഷ്ണന് കാളിയന്റെ ഓരോ ഫണത്തിലും കയറി നിന്ന് നൃത്തം ചെയ്തു. ഇതുകണ്ട് കരയില് നിന്നവര് നിർനിമേഷരായി. ദേവകള് ആകാശത്തു പൂമാരി ചൊരിഞ്ഞു. യക്ഷഗന്ധർവന്മാര് ഗാനങ്ങള് ആലപിച്ചു. അപ്സര സ്ത്രീകള് നൃത്തമാടി. നാരദന് തുടങ്ങിയ മുനിമാര് സ്തുതിഗീതം മുഴക്കി. കാളിയന്റെ 1000 ഫണങ്ങളും തളർന്നുതാണു. അവന്റെ ദർപ്പവുമകന്നു. കാളിയന് ചോര ഛർദിച്ചു തുടങ്ങി. സഹിക്കവയ്യാതായപ്പോൾ കാളിയന് തന്നെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് കേണപേക്ഷിച്ചു. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് കാളിയന്റെ ബുദ്ധി തെളിഞ്ഞു. അവന്റെ പത്നിമാരും ഭഗവാനെ സ്തുതിച്ച് അപരാധം പൊറുത്തുകൊള്ളാനും അനുഗ്രഹിക്കാനും ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാളിയനോട് അവിടം ഉപേക്ഷിച്ചിട്ട് രമണകം എന്ന ദ്വീപിലേക്ക് മാറിപ്പോകാന് ഭഗവാന് അരുളിച്ചെയ്തു. അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. കാളിയന് അവിടം ഉപേക്ഷിച്ച് ഒരിടത്തും പാർക്കാന് കഴിയില്ല. കാരണം അവന്റെ ശർവായ ഗരുഡന് അവനെ കൊല്ലും.